പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, അനേകം മക്കള്, ആയിരക്കണക്കിന് മക്കള് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കേണ്ടി ചെയ്യേ. അവരെല്ലാം പ്രാർത്ഥിക്കണേ, കർത്താവെ ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ്. ഈശോ, അതെനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ, ഞാൻ പറയുന്നതിൽ അവരുടെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം. അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളുടെ മേൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവ്, അത് നിന്റെ വാഗ്ദാനമാണ്. ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ പലതരത്തിലുള്ള ഡയഗ്നോസൊക്കെ കഴിയുമ്പോൾ ഇന്ന രോഗം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണവരുണ്ട് ഈശോയെ. അവർക്ക് പോയി പണി നോക്കാൻ പറയണം ഈശോയെ. ഒരു പേടിക്കാൻ ആവശ്യമില്ല. അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ പ്രാർത്ഥന വഴി കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞ് തുള്ളികൾ സൂര്യൻ ഉദിക്കുമ്പോൾ വരണ്ട് ഉണങ്ങിപ്പോണത് പോലെ നിൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ സാമ്പത്തികമായ മേഖലകളിൽ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിറ്റുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകലും കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവേ ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരാരും ഒന്നും അവർക്ക് സങ്കടം. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധി ഞാൻ നന്ദി പറയുന്നു. ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്കും ഇന്ന് മറുപടി കിട്ടും, ഇന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കർത്താവെ അവരങ്ങ് ഉറങ്ങണമെമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ. നമ്മൾ ഈ ജപമാല നമ്മൾ എന്തുമാത്രം സഹായിക്കുന്നുണ്ടെന്നറിയാമോ? ആ ജപമാല ഒന്നാമത് ലളിതമായ പ്രാർത്ഥനയാണ്. മുഴുവനും ഭജനം തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ സംരക്ഷണം ഉറപ്പ് വരുത്തും. നമ്മുടെ വഴിയിൽ ദൈവഹിതപ്രകാരമല്ല അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏജൻറ്റിന് കാശ് കൊടുക്കാൻ പോലും വിചാരിച്ചോ, നിങ്ങൾ അളിയൻ വിളിച്ചോ കൊണ്ടുപോകാന്ന് തിരിക്ക് വിളിക്കുക. ഇപ്പം നിൻ്റെ ഭാര്യയുടെ അളിയനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എളുപ്പം കൊണ്ടുപോവാ, എത്ര നേരമായി നമ്മൾ ഇപ്പം കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾ ഇടംബലം ചിന്തിക്കാതെ പൈസ കൊണ്ട് കൊടുക്കും. കാര്യം തട്ടിക്കാനുള്ളവൻ ധൃതി കാണിക്കും എപ്പോഴും. അത് എപ്പോഴും ഓർത്തേക്കണം. തട്ടിപ്പ് ആൾക്കാർ ധൃതി കാണിക്കും. എല്ലാവരും അങ്ങനെ കാണിക്കണമെന്നല്ല, പൊതുവേ നമ്മൾ അങ്ങനെയാണ് കണ്ടുവന്നിരിക്കണത്. പിടിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സമയം തരാത്തവന്മാർ നല്ല ഫ്രോഡുകളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 6 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറയല്ലേ. പിന്നെ നമുക്ക് അരഞ്ഞ് കൂപ്പി കോടതിയിൽ പോയി നടന്ന് അവിടേക്ക് പോയ കാശ് പിടിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ആക്രാന്തം കൊടുത്ത് നമ്മളെ പറ്റിക്കാനിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്, സംരക്ഷണത്തിനുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. അത് നിങ്ങൾ എന്തെങ്കിലും ഈ പൂച്ച കുരിച്ച് വരക്കണവരെ എന്തെങ്കിലും കാണിച്ച് പോകരുത്. ചില ആൾക്കാർക്ക് ഒരു പരിപാടിയുണ്ട്, ഉടുപ്പൊക്കെ ഇട്ട് കണ്ണാടി നോക്കാൻ വേണ്ടി കുറേ നേരമൊക്കെ എടുക്കും, ഇങ്ങനെയൊക്കെ നോക്കും. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഇതിങ്ങനെ കാണിക്കും. അപ്പം നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് പിശാചുകൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. വേളാങ്കണ്ണി പോകാൻ വേണ്ടി കയറിയാൽ മതി വണ്ടിയെ. നമ്മൾ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നെങ്ങാനും തീരുവായത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓളിച്ചിരിച്ചുകൊണ്ടിരിക്കും. പിശാച് അപ്പം തന്നെ വണ്ടിയെ കയറുകയാണ്. അപ്പോൾ വിശ്വാസിയായി ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് തൻ്റെ ഇടം കൂടി വേണം. കാര്യം ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നമ്മളെപ്പോഴും ഈടറവോടുകൂടി അവർക്ക് ലോകത്തിൻ്റെ സന്തോഷം അവർക്ക് മനസ്സിലിരിക്കണത്. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിന്നെ ചിലപ്പോൾ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദൈവതിരുസന്നിധിയിൽ നിന്നെ പ്രതിയായിരിക്കും സംരക്ഷണം. ജപമാലയിൽ 6 നന്മ നിറഞ്ഞു മറിയുക എന്നുള്ളത് 6 ദൈവവചനമാണ്. സ്വർഗസ്ഥനായ പിതാവിനും 6 ദൈവവചനമുണ്ട്. പക്ഷേ ഇനി ജപമാലയുടെ അകത്തുള്ള രഹസ്യങ്ങളെല്ലാം രക്ഷാകര സംഭവങ്ങളാണ്. കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ലോകത്തെ വീണ്ടെടുത്ത സംഭവങ്ങൾ ജപമാലയിലുള്ളത്. എന്താണ് കുഴപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൽ പ്രായമുള്ളവർ ചൊല്ലി വക്രിച്ച് കളഞ്ഞു ജപമാല. ആ ജപമാലയുടെ ഒരു ഭക്തി, ഒരു വിശ്വാസത്തിന് ചെല്ലുന്ന ആൾക്കാരുണ്ട്. പിന്നെ വാപോയ കൊടാരി പോലെ ജപമാല ചെല്ലുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെ പിള്ളേർ കേട്ട് ഈ ജപമാലയുടെ ഒരു വില കുടുംബത്തിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജപമാല ഒരു വാക്ക് പിടിച്ച് നമ്മൾ ചെല്ലിക്കണമെന്നാണെങ്കിൽ ജപമാലയേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല. ഇപ്പം ഞങ്ങൾക്ക് കാന നമസ്കാരം അച്ഛന്മാർക്ക്. അപ്പോൾ കാനോ നമസ്കാരം ചെല്ലിയാലും
ഞാൻ ജപമാല ചെല്ലും. അതിൻ്റെ അപ്പുറത്ത് കര നമസ്കാരത്തിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരട്ടി ജപമാല ചെല്ലും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞ ജപമാലയാണ്. കാരണം രക്ഷാകര സംഭവം മൊത്തം ഉള്ളത് ജപമാല ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ജപമാല ഒരു ദൈവത്തോട് നന്ദി പറയണം. ജപമാല തന്നതിന് എവിടെ പോകുമ്പോഴും ജപമാല നമുക്ക് ചെല്ലാം. ഇപ്പം നിങ്ങൾ കഴുത്തിടുകയും പോക്കറ്റ് ഇടുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സിൽ വെക്കുകയും ചെയ്യണമാണ്. പേഴ്സിൽ വെക്കാൻ നമ്മൾ ആ രീതിയിൽ അതിനൊക്കെ ഒരു 5 മാർക്കാണ് ഉള്ളത് കഴുത്തിടുന്നവർ. പക്ഷെ ബാക്കി 95 മാർക്കും എന്തിനാണ്? ജപമാല ചെല്ലുന്നതിനാണ്. ജപമാല ചെല്ലാതെ കഴുത്തിടണമെന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് പിശാച് വരാതിരിക്കാൻ വേണ്ടി പേടിത്തൊണ്ടന്മാരെ ഇടണമാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. ജപമാല ചൊല്ലാതെ കഴുത്തെ മാത്രം ഇടുന്ന ആഭരണവും ആഡംബരവും പിന്നെ സംരക്ഷണമൊക്കെ ഇല്ലേ, അത് ആ ആൾക്കാർ ജപമാല ചൊല്ലണ കൂടി നമ്മളാണ് അത് പൂർണ്ണമാകണമെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് 12 വചനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ കാര്യം? റോമ 1:16 എടുത്തേ. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. റോമ 1:16. ജപമാല എന്ന് പറയുന്നത് മുഴുവനും സുവിശേഷമാണ്. അപ്പോൾ ജപമാലയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ലേ. അപ്പോൾ ജപമാല നമ്മളെ നയിക്കണമെങ്കിൽ ക്രിസ്തുവിലേക്കാണ് നയിക്കണത്. ഓക്കെ അല്ലേ?